അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഞാൻ പല വീഡിയോസ് ഇടുമ്പോഴും അതിന് താഴെ ഒരുപാട് പേര് കമന്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് കസ്റ്റമൈസ്ഡ് കേക്കിന്റെ റേറ്റിനെ കുറിച്ചൊരു വീഡിയോ ഇടാമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ കേക്കിനെ കുറിച്ച് ഇങ്ങനെ നമുക്ക് എത്ര റേറ്റ് ആവും അല്ലെ എങ്ങനെയാണ് അതിന് റേറ്റ് ഇടുന്നത് എന്നുള്ളത് എല്ലാ കേക്കിനെ കുറിച്ച് നമുക്ക് വീഡിയോ ഇടാൻ പറ്റത്തില്ല. അപ്പൊ ഞാനൊരു പർട്ടിക്കുലർ കേക്ക് ഈ അടുത്തിടയ്ക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് ചെയ്തപ്പം ആ ഒരു കേക്കിന്റെ റേറ്റ് എങ്ങനെയാണ് ഞാൻ ഇട്ടിട്ടുള്ളതെന്നും ഓരോന്നിനും എത്ര പേയ്മെന്റ് വാങ്ങിയിട്ടുള്ളതെന്നൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ഇടുകയുണ്ടായി. അപ്പോൾ ആ ഒരു വീഡിയോയ്ക്ക് കമന്റ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനാണ് ഇത്രയും എക്സ്ട്രാ പേയ്മെന്റ് ഈ ഒരു കേക്കിന് വാങ്ങുന്നതെന്നുള്ളത്. കസ്റ്റമേഴ്സ് ആണ് ആ ഒരു കമന്റ് ഇട്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പാടാണ്. കാരണം അവർക്ക് ഇതിനകത്ത് എത്രത്തോളം എക്സ്പെൻസും കാര്യങ്ങളും ആകുന്നു എന്നുള്ളതിനെ കുറിച്ച് അവർക്കൊരു ഐഡിയ കാണത്തില്ല. അതിനകത്ത് നമ്മൾ അവർ ചോദിക്കുന്നതിനകത്ത് നമുക്ക് അവരെ തെറ്റും പറയാൻ പറ്റില്ല. പക്ഷെ ഇവിടെ ഈ ഒരു കമന്റ് ഇട്ടേക്കുന്ന ഒരു ഹോം ബേക്കർ തന്നെയാണ്. നമുക്ക് കമന്റ് ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നതിന് ഒരു പരിധിയുണ്ട്. പല ഹോം ബേക്കേഴ്സും അതിന് വന്ന് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഒരു കമന്റ് കൊണ്ട് അവരുടെ സംശയങ്ങളെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അതിനകത്ത് വലുതായിട്ട് കമന്റ് ഇടാൻ നിന്നില്ല. അതുകൊണ്ടാണ് ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. നമ്മളിപ്പോൾ ബേക്കറിയിൽ നിന്നാലും ഹോം ബേക്കറുടെ നിന്നാലും ഒരു കേക്ക് വാങ്ങിക്കുമ്പോൾ ഏതൊരു കേക്കിനും അതിൻ്റെതായ ഒരു നോർമൽ ഡിസൈൻ കാണും. ആ കേക്കിന്റെ നോർമൽ ഡിസൈൻ ആണ് നമുക്ക് കസ്റ്റമർ പറയുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പെർ kg റേറ്റ് മാത്രം വാങ്ങിയാൽ മതി. എക്സ്ട്രാ പേയ്മെന്റ് ഒന്നും വാങ്ങേണ്ടതില്ല. പക്ഷേ ഇതേ സമയം തന്നെ ആ ഒരു ഫ്ലേവറിൽ അവരൊരു കസ്റ്റമൈസേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കേക്കിൽ നമ്മൾ എന്ത് വർക്ക് ചെയ്താലും അതിനകത്ത് നമ്മൾ അഡീഷണൽ പേയ്മെന്റ് വാങ്ങിയേ പറ്റൂ. കാരണം എന്ന് വെച്ചാൽ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങളും അതേപോലെ നമ്മുടെ ടൈമും എഫേർട്ടും എല്ലാം ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു കേക്കിന്റെ വീഡിയോ ഇട്ടപ്പോഴാണ് എനിക്ക് ആ ഒരു കമന്റ് വന്നത്. അപ്പൊ ഇതിനകത്ത് ഫോക്സ് ബോൾസ്, ബട്ടർഫ്ലൈസ്, ടോപ്പർ, അതേപോലെ ടോൾ കേക്കിന്റെ റേറ്റ് അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആണ് ഈ റേറ്റ് ഇട്ടേക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് അത്രയ്ക്ക് കൂടുതലാണ് എന്നുള്ള രീതിയിലായിരുന്നു ആ കമന്റ് വന്നത്. വീഡിയോയിൽ നമ്മൾ പറയുമ്പോൾ A to Z കാര്യങ്ങളും അതിനകത്ത് ഇന്ന റേറ്റ് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ. അതിനകത്ത് നമ്മൾ കളർ യൂസ് ചെയ്തിട്ടുണ്ട്, എഡിബിൾ ഫ്ലേക്സ് യൂസ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഫോണ്ടന്റ് ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഇതിനെല്ലാം നമ്മൾ കാശ് കൊടുത്തിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങളാണ്. ഇനി നമുക്ക് വീട്ടിൽ കൊണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ പോലും ഒന്നുകിൽ അതിന് കൊറിയർ ചാർജ് വേണ്ടി വരും, നമ്മൾ പോയി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് പോയി വാങ്ങിക്കുന്ന ഒരു എക്സ്പെൻസ് വേണ്ടി വരും. അങ്ങനെയുള്ള എക്സ്പെൻസുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ എപ്പോഴും നമ്മുടെ പ്രോഡക്റ്റിന് വിലയിടാൻ. നമ്മളൊരു ബിസിനസ് അല്ലേ ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നഷ്ടം വരാത്ത രീതിയിൽ വേണം ഏതൊരു ബിസിനസ്സും ആരും ചെയ്യാൻ. പിന്നെ നമ്മൾ നടത്തുന്ന ബിസിനസ് നമുക്ക് നഷ്ടമാണെന്നുള്ള ഒരു ബോധ്യം നമുക്ക് വരുമ്പോൾ ആ ബിസിനസ് അവിടെ സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. പിന്നെ എന്റെ കസ്റ്റമേഴ്സിന് ഓരോ കേക്ക് കൊടുക്കുമ്പോഴും അതിന്റെ മാക്സിമം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ട് തന്നെയാണ് ഓരോ പ്രോഡക്റ്റും കൊടുക്കുന്നത് എന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. പിന്നെ ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കേട്ടതാണ് കേട്ടോ, കോമ്പറ്റീഷൻ എന്നുള്ള പേരിൽ ഏതൊരു ഇൻഡസ്ട്രിയെയും നശിപ്പിക്കുന്നത് ആ ഇൻഡസ്ട്രിയിലുള്ളവർ തന്നെ ആയിരിക്കും എന്നുള്ളത്. എന്നാലും ആ കമന്റിലൂടെ എനിക്കത് 100% ഉറപ്പായ കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് ഇട്ടേക്കുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.